ഇന്നെനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു റെഫറൻസ് ഇമേജ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും 7 അയലത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫസ്റ്റ് നമ്മുടെ സാധാ നോർമൽ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ഞാനൊരു ഔട്ട്ലൈൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇമേജിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ആ പെൻസിൽ വെച്ചിട്ടായിരുന്നു ഫുള്ള് കംപ്ലീറ്റ് ആക്കിയത്. ഇതെൻ്റെ ഒരു കസിൻ ചെക്കന് വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇടയിൽ കയറി വന്ന് അവൻ്റെ കുറേ മൊണാലിറ്റികളൊക്കെ കാണിച്ചിട്ട് പോയി. കുറേ നേരം പിന്നെ അവനവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, എന്തോ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട്. ആളങ്ങനെ കയറി നിന്ന് ആ വൈറ്റ് പേപ്പറിൽ കയറി അങ്ങ് ചവിട്ടി. ഇതൊക്കെ ഇന്നലെ എന്നെ കൊണ്ടുപോയി കുത്തിയതാണ്. മൊത്തം 2 കയ്യിലും 58 കുത്ത് എനിക്ക് കിട്ടി. സ്കിൻ അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ പിടിച്ചിട്ട് കുത്തിയത്. അത് പോട്ടെ. പിന്നെ ഞാൻ നമ്മുടെ CD മാർക്കർ വെച്ചിട്ട് ആ പിക്ചറിലുള്ള പോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ അതിനെ ഞാൻ കളർ ചെയ്തെടുത്തു. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ പിക്ചറിലുള്ള പോലെ തന്നെ ഞാൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇല്ലാത്ത കളർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറുതായിട്ട് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പെൻസിൽ ഡ്രോയിങ് ആദ്യമായിട്ടാണ് തോന്നുന്നു ചെയ്യുന്നത്. കുഞ്ഞിലെങ്ങാനും ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്നത്. കൂടുതലും ഞാൻ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലൊന്നും ഇല്ല എങ്കിലും. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ വീണ്ടും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കയറി വന്ന് എന്നെ ഇട് എന്നുള്ള രീതിയിൽ വന്ന് ക്യാമറയുടെ താഴെ വന്ന് കുറേ മൊണാലിറ്റികളൊക്കെ കാണിച്ച്. പിന്നെ അവളെയും വെച്ചെടുത്ത്. പിന്നെ എന്തോ ചെയ്യാനാ, നമ്മൾ കുഞ്ഞായി പോയില്ലയോ. വീഡിയോയിൽ കാണുന്ന പോലല്ല, ആൾ തീരെ ചെറുതാണ്. നമ്മുടെ ഒരു കൈയുടെ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു, ബൈ.